ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന നുറുക്കില്ലേ, അത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കണ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കപ്പ് ഉഴുന്നെടുത്തുകൊണ്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടോ. അപ്പോൾ ഈ ഒരു കളറാവണം കേട്ടോ, ഒരു ചുവന്ന കളറാവണം കേട്ടോ. അപ്പോൾ നമ്മൾ അടുപ്പത്ത് നിന്ന് മേടിച്ചിക്കാണ്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിക്കാണ്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ ചൂടാറിയിട്ട് വേണ്ട പൊടിച്ചെടുക്കാൻ. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുക്കണം കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഈ പൊടിച്ചത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. നിങ്ങൾ എത്രയാണ് ഉണ്ടാക്കണം അതിനനുസരിച്ച് നിങ്ങൾ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഒരു പാട്ടൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഉപ്പ് ഇടുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ചെറിയ ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ എള്ളിട്ട് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ എള്ളില്ലെങ്കിൽ നിങ്ങൾ കരിഞ്ചീരകം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. പിന്നെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ ലേശം. എന്നിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് കേട്ടോ. നിങ്ങളിത് നുറുക്കുണ്ടാക്കിയാൽ നിങ്ങൾക്ക് പൊട്ടിപ്പോകണ പേടിയൊന്നും പേടിക്കണ്ട കേട്ടോ. പൊട്ടിപ്പോവുകയൊന്നുമില്ല കേട്ടോ. നമുക്കിത് വെള്ളം പാർന്ന് ചെറുതായിട്ട് നനച്ചെടുക്കാം കേട്ടോ. പിന്നെ നമ്മളിതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊന്ന് ആഡ് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് ലേശം വെള്ളം ഒക്കെ പാർന്നിക്കാണ്ട് നമ്മൾ നന്നായി ഇതേമാതിരി ഒന്ന് കുഴച്ചെടുക്കുക കേട്ടോ. പത്തിരിക്ക് കുഴച്ചെടുക്കണതിലും ഒരു നമ്മൾ ഏതാണോ ആകൃതി എടുക്കുന്നത് അച്ചില്ലേ നമ്മൾ ഉണ്ടാക്കുന്ന ആയിക്കിട്ടുകാണ്ട് നമ്മൾ നുറുക്കിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഞാൻ അപ്പോൾ ഈ ഒരു ഷേപ്പിലായിട്ട് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഇങ്ങനെ റൗണ്ടിലാക്കി ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ മുരിക്കൊക്കെ നന്നായിട്ട് റെഡിയായി വന്നിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ശരിക്ക് ചുറ്റാൻ അറിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.